ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ട്. എല്ലാ വശത്തു നിന്നും അപകടം നമ്മളെ വലയം ചെയ്യുന്ന അവസ്ഥ. ആ നിമിഷം നമുക്ക് തോന്നും എല്ലാം അവസാനിച്ചെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ അവസാന നിമിഷം ഒരുപക്ഷെ പുതിയ ഒന്നിന്റെ തുടക്കമായിരിക്കാം. പലരും ആ സമയത്ത് ഭയന്ന് പിന്മാറുന്നു. പക്ഷെ ചിലരുണ്ട്, അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കും. അവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഒരു ദിവസം ഒരു മാൻ വെള്ളം തേടി കാട്ടിലൂടെ അലയുകയായിരുന്നു. അതിന്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അന്വേഷിച്ചിട്ടും അതിന് വെള്ളം കണ്ടെത്താനായില്ല. കുറച്ചു കഴിഞ്ഞ് ക്ഷീണിതനായ മാൻ ഒരു മരച്ചുവട്ടിലിരുന്നു. പെട്ടെന്ന് അതൊരു പുഴയുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടി ഒരു വലിയ പുഴ കണ്ടെത്തി. പുഴ കണ്ടപ്പോൾ ആ മാൻ ഒരുപാട് സന്തോഷിച്ചു. ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ അത് വേഗത്തിൽ പുഴയുടെ അടുത്തേക്ക് പോയി വെള്ളം കുടിക്കാനായി കുനിഞ്ഞു. അപ്പോൾ തന്നെ അതിന്റെ വലതുവശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് നോക്കിയപ്പോൾ ഒരു വേട്ടക്കാരൻ അതിനു നേരെ അമ്പെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നീട് അത് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ കുറ്റിച്ചെടികൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു സിംഹത്തെ കണ്ടു. പരിഭ്രാന്തനായി തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ നിന്ന് ആളിപ്പടരുന്ന കാട്ടുതീയാണ് കണ്ടത്. എല്ലാ വശത്തു നിന്നും അപകടം അതിനെ വളഞ്ഞിരുന്നു. മാൻ ഒരു നിമിഷം നിന്നു. ആഴത്തിൽ ചിന്തിച്ച ശേഷം തീരുമാനിച്ചു, മരണം ഉറപ്പാണ്. എങ്കിൽ മരിക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാം. അതേസമയം ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുമൂടുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. കാട്ടുതീ അണഞ്ഞു. മഴ കാരണം വേട്ടക്കാരന്റെ അമ്പ് ലക്ഷ്യം തെറ്റി സിംഹത്തിന് കൊണ്ടു. സിംഹം വേട്ടക്കാരന്റെ നേരെ പാഞ്ഞെടുത്തു. ഇതിനിടയിൽ മാൻ വെള്ളം കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ഒടുവിൽ തലയുയർത്തി നോക്കിയപ്പോൾ വേട്ടക്കാരനും സിംഹവും അവിടെ നിന്നും പോയിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കാട്ടുതീയും അപ്രത്യക്ഷമായിരുന്നു. ഈ കഥയിലെ പാഠം ഇതാണ്: ആ മാനിനെ പോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ എല്ലാ ദിശകളിൽ നിന്നും വരാം. പക്ഷെ പരിഭ്രാന്തരായിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ശാന്തരായിരിക്കണം, വ്യക്തമായി ചിന്തിക്കണം, നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാനിന് പല വഴികളുണ്ടായിരുന്നു. പുഴയിലേക്ക് ചാടാമായിരുന്നു, അല്ലെങ്കിൽ പല ദിശകളിലേക്ക് ഓടിപ്പോകാമായിരുന്നു. എന്നാൽ അത് തന്റെ ലക്ഷ്യത്തിൽ, അതായത് വെള്ളം കുടിക്കുക എന്നതിൽ ഉറച്ചു നിന്നു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ നമ്മളെ വലയം ചെയ്തേക്കാം. എന്നാൽ നമ്മൾ നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ താനെ ഇല്ലാതായിക്കൊള്ളും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ധൈര്യവും ക്ഷമയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ആവശ്യമാണ്. വെറുതെ ഭയപ്പെട്ടിരിക്കരുത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ലോകം എന്ത് പറയുമെന്നോർത്ത് വിഷമിക്കരുത്. നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ലോകം നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. ഈ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളോടൊപ്പം ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം.